ഹായ് ഗെയ്സ്, ഏവർക്കും മിഠായിക്കാരൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഓൾഡീസ് DFO ബംഗ്ലാവ് ചന്തക്കുന്നാണ് കേട്ടോ. ഇന്ന് ബംഗ്ലാവിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ബംഗ്ലാവ് ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചന്തക്കുന്ന് ഭാഗത്താണ്. ചന്തക്കുന്നിൽ നിന്ന് 1 കിലോമീറ്ററാണ് ഈ ബംഗ്ലാവിലേക്കുള്ള ദൂരം. ടൗണിനകത്തൊരു കാട്. ബംഗ്ലാവ് ഏറ്റവും ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നടന്നിട്ടാണ് പോകുന്നത്. നടന്നു പോകുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. വളരെ നിശബ്ദതകൾ അടങ്ങിയ സ്ഥലമാട്ടാ. വളരെ നിശബ്ദമാണ് ഇവിടെ ഈ സ്ഥലം. കിളികളുടെ ചെറിയ ചെറിയ സൗണ്ടുകൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. കൊമ്പുകളിൽ നിന്നിട്ട് കിളികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ബംഗ്ലാവിൽ എത്തിയിട്ടാ. ഈ ബംഗ്ലാവ് ബ്രിട്ടീഷുകാർ പണിയിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഓടാണ് ഇതിൻ്റെ മുകളിൽ മേഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇത് ഈട്ടിയിലും തേക്കിലാണ് ഇതിൻ്റെ ഫുള്ള് വർക്ക് നടന്നത്. 2 നില ബംഗ്ലാവാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബംഗ്ലാവാണ് കേട്ടോ. ഈ ബംഗ്ലാവിൻ്റെ പഴക്കം എന്ന് പറഞ്ഞാൽ ഒരു 96 വർഷത്തെ പഴക്കം ഉണ്ടാവും. ഇത് 1928 ഈ ബംഗ്ലാവ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ മലയാള പടം ഭാർഗവി നിലയം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയും 1-2 തമിഴ് പടങ്ങളുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവിടെ ചോദിച്ചപ്പോൾ വാച്ച്മാൻ പറഞ്ഞതാണ്. ഭാർഗവി നിലയത്തിൽ ആ പ്രേതത്തിനെ കാണുന്നതൊക്കെ ഈ ഭാഗത്തു നിന്നാണ് ആദ്യമായിട്ട് കാണുമ്പോൾ. അവിടെ ചെന്നൊരു ഭയാനകമായൊരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഭാർഗവി നിലയത്തിലേക്ക്, അതിൻ്റെ സായിപ്പിൻ്റെ ബംഗ്ലാവിലേക്ക്. അങ്ങനെ മുകളിലേക്ക് കയറി വന്നു. മുകളിൽ ഒരുപാട് റൂമുകൾ കേട്ടോ. ഒരു ഭാഗത്തുനിന്ന് പോയി കഴിഞ്ഞാൽ മറ്റു റൂമിലേക്ക്, വേറെ റൂമിലേക്ക്, അങ്ങനെ ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലേക്ക് വേറെ വേറെ റൂമുകളാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി നടന്ന് കാണുകയാണെങ്കിൽ. ചെറിയൊരു പേടിയുണ്ട് നടന്നു പോകുമ്പോൾ. പിന്നെ താഴത്തെ ആളുകളുണ്ട്, മുകളിലെ ആളുകളില്ല, താഴത്തെ ആളുകളുണ്ട്. താഴത്തൊക്കെ സെക്യൂരിറ്റിമാർ അവിടെ നിന്ന് താഴത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പേടിയില്ല. എന്നാലും ചെറിയ പേടിയുണ്ട്. കാരണം മൊത്തത്തിൽ കാണുമ്പോൾ ഒരു അന്തരീക്ഷം ഒരു ഭയാനകമായൊരു ഇതാണ്. ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് തനിച്ച് കയറി പോകുമ്പോഴേ. ഞാൻ പോയത് സമയം ഒരു ഉച്ച സമയമായിരുന്നു. അത് കണ്ടാണ് ഇവിടെ തീരെ ആളില്ലാത്തത്. വൈകിട്ടും രാവിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്ര. പഴയ കാലത്ത് ജനവാതിലുകൾ വളരെ രസകരമായിട്ടാ. കളർ ചേഞ്ചിങ്ങുള്ള ജനവാതിലുകളാണ്. എല്ലാ ജനവാതിലുകളും തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന തരത്തിലാണ് ഫ്രണ്ട് ഭാഗത്തുള്ളത്. ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിതാ പുറത്തേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. സ്റ്റെപ്പുകൾ കൂടെ. അതിൻ്റെ ഉള്ളിൽ നിന്നും കറണ്ട് ഇല്ല. വെളിച്ചമില്ലാത്ത കാരണേ കോണിപ്പടിൻ്റെ മുകളിൽ കൂടെ മെല്ലെ ഇറങ്ങി പുറത്തേക്ക് വന്നു. ഇമ്മത്തെ പൂമുഖത്തേക്ക് വന്നു. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇട്ടിട്ടാ, ഇവിടെ ഒരു സ്കൈ വാൾക്ക് ഉണ്ട്. ആകാശ നടപ്പാത, ഇരുമ്പ് കമ്പിയിൽ തീർത്ത പാലം,
അതിന് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇത് ഏകദേശം എത്ര 450 മീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ എടപ്പാത. നേരെ താഴത്തേക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്കാണ്. ഈ സ്ഥലം ബംഗ്ലാവ് ഇരിക്കുന്നു കാട്ടിന് നടുവിൽ തന്നെയാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റ് എത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പിന്നെ പ്രവേശനമില്ല. അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഭയങ്കര അപകടം കൂടിയ സ്ഥലമായ കാരണം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അവിടെ ഗേറ്റ് അവിടെ പൂട്ടിയിട്ടുണ്ട്. താഴത്തേക്ക് കുറച്ച് ഇറങ്ങി പോവാണ്ട്, സ്റ്റെപ്പായിട്ട് ഇറങ്ങി പോകണം. ഒരുപാട് സ്റ്റെപ്പുകളും ഉണ്ട്. എന്തായാലും നിലമ്പൂരിൽ വരുന്ന സമയത്തൊന്ന് കാണണം. നിലമ്പൂരിൽ നിന്ന് 3 കിലോമീറ്റർ ചന്തക്കുന്ന് 1 കിലോമീറ്റർ. അങ്ങനെ ഇറങ്ങി താഴത്തെത്തി. ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇനി വീണ്ടും തിരിച്ച് റിട്ടേൺ പോരുകയാണ്. ഇറങ്ങുന്നത് വളരെ സുഖമാണ്, പക്ഷെ കയറുമ്പോഴാണ് കാലിൻ്റെ വേദന അറിയുന്നത് കാലിന്. അങ്ങനെ കയറി മുകൾ ഭാഗത്തെത്തി. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തം മിഠായിക്കാരൻ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.